ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. ഇന്നലെ പൗളിസ്റ്റ A1-ൽ നടന്ന മത്സരത്തിൽ നെയ്മറുടെ ക്ലബ്ബായ സാന്റോസിന് സമനില വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. നോവോ ഹൊറിസോണ്ടിനോ എന്ന ക്ലബ്ബാണ് സാന്റോസിനെ സമനിലയിൽ തളച്ചിട്ടുള്ളത്. രണ്ട് ടീമുകൾക്കും ഈ മത്സരത്തിൽ ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ഗോൾ രഹിത സമനിലയാണ് സാന്റോസിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലാണ് സാന്റോസ് ഇപ്പോൾ സമനില വഴങ്ങുന്നത്. മത്സരത്തിൽ നെയ്മർ ജൂനിയർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. 75 മിനിറ്റുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. എന്നാൽ ഈ മത്സരത്തിൽ നെയ്മർക്ക് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കണക്കുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും നെയ്മറുടെ പ്രകടനത്തിന്റെ കണക്കുകൾ സോഫാ സ്കോർ ബ്രസീൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 75 മിനിറ്റാണ് നെയ്മർ ജൂനിയർ കളിച്ചിട്ടുള്ളത്. കേവലം ഒരു ഷോട്ട് മാത്രമാണ് നെയ്മർക്ക് ഉതിർക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ടാർഗറ്റിലേക്ക് ആയിരുന്നില്ല. അതുപോലെ തന്നെ ഒരു കീ പാസ് ആണ് നെയ്മർ ജൂനിയർ നൽകിയിട്ടുള്ളത്. 28 പാസുകൾ നെയ്മർ ജൂനിയർ നൽകി. അതിൽ 22 സക്സസ് ആയി എന്നുള്ളതാണ്. റേറ്റ് വരുന്നത് 79%. അതുപോലെ തന്നെ 7 ഡ്രിബിളുകൾക്ക് നെയ്മർ ജൂനിയർ ശ്രമം നടത്തി. പക്ഷെ അതിലൊന്നും തന്നെ ഫലം കണ്ടിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഡ്രിബിളുകൾ നെയ്മർക്ക് മികച്ച രൂപത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ 16 ഡുവലുകളിൽ 4 നെയ്മർ ജൂനിയർ വോൺ ചെയ്തത്. അതിന്റെ ശതമാനം വരുന്നത് 25%. അതുപോലെ തന്നെ 24 തവണ നെയ്മർക്ക് പൊസഷൻ നഷ്ടമായിട്ടുണ്ട്, ലോസ്റ്റ് ആയിട്ടുണ്ട്. 4 ഫൗളുകൾ നെയ്മർക്ക് നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ സോഫാ സ്കോർ റേറ്റിംഗ് വരുന്നത് 6.0 ആണ്. അതായത് 2021 ശേഷം ആദ്യമായി കൊണ്ടാണ് നെയ്മർക്ക് ഇത്രയും മോശം ഒരു റേറ്റിംഗ് സോഫാ സ്കോറിൽ ലഭിക്കുന്നത് എന്ന കാര്യം കൂടി ഇപ്പോൾ സോഫാ സ്കോർ ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല. ആദ്യ മത്സരത്തിൽ നെയ്മർ മികച്ച പ്രകടനം നടത്തിയിരുന്നു, മാൻ ഓഫ് ദി മാച്ച് ഒക്കെ സ്വന്തമാക്കിയിരുന്നു. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു പ്രകടനമല്ല ഇന്നലത്തെ മത്സരത്തിൽ നെയ്മർ ജൂനിയർ നടത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.